ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വർഷം ആരംഭിച്ച് 6 മാസം പിന്നിട്ട് നമ്മൾ 7ാമത്തെ മാസത്തിലെ ഏറ്റവും ആദ്യത്തെ ദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു വർഷത്തിൻ്റെ പകുതി കഴിഞ്ഞു, അടുത്ത പകുതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ വചന സുവിശേഷങ്ങൾ നമ്മളോട് വ്യക്തമായി ആവശ്യപ്പെടുന്നത് നീതിയും സത്യവും ഒരിക്കലും നമ്മളിൽ നിന്നും കൈമോശം വരുതെന്നാണ്. ആമോസ് പ്രവാചകന്റെ 1-ാം വായനയിൽ ഇസ്രായേൽ ജനത്തോട് കർത്താവ് അരുൾ ചെയ്യുന്ന ഭാഗമാണ് വായിക്കുക. ദൈവത്തിൻ്റെ സ്വന്തം ജനതയാണ് ഇസ്രായേൽ എന്ന് പറയുമ്പോഴും കർത്താവ് വ്യക്തമായി പറയുന്നു, നന്മ അന്വേഷിക്കുവിൻ, അപ്പോഴാണ് കർത്താവ് കൂടെ ഉണ്ടാവുകയെന്ന്. തിന്മയെ വെറുത്തുകൊണ്ട് നന്മയുടെ പാത തിരഞ്ഞെടുക്കുമ്പോഴാണ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ജോസഫിൻ്റെ സന്തതികളിൽ അവശേഷിക്കുന്നവരോട് കരുണ കാണിക്കാൻ പോകുന്നതെന്ന്. ഉത്സവങ്ങളോട് ദൈവത്തിൻ്റെ വെറുപ്പും അവജ്ഞയും, മഹാസമ്മേളനങ്ങളിൽ പ്രസാദമില്ലെന്നും, ദഹനബലികളും ധാന്യബലികളും അർപ്പിച്ചാലും അതൊന്നും സ്വീകരിക്കുകയില്ലെന്നും, സമാധാന ബലിയായി നടത്തുന്ന മൃഗബലിയും ഒന്നും ദൈവത്തിന് സ്വീകാര്യമല്ല എന്നാണ് പറഞ്ഞു വെക്കുക. ആന്തരികമായ ഹൃദയ പരിവർത്തനം, ആ ഹൃദയ പരിവർത്തനമില്ലാതെ ദുഷ്ടമനസ്സോടുകൂടെ നടത്തുന്ന ഗാനാലാപനം പോലും ദൈവത്തിന് കേൾക്കണ്ട എന്ന്, നടത്തുന്ന വീണാനാദം പോലും ദൈവത്തിന് ശ്രദ്ധയില്ല എന്ന്. നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നീതിയും സത്യവും നിലനിൽക്കുന്നില്ലെങ്കിൽ നീ നടത്തുന്ന പ്രവർത്തനങ്ങളൊന്നും, നീ ദൈവജനതയാണെന്ന് ഭാവിക്കുന്നതൊന്നും ദൈവത്തിന് പ്രീതികരമല്ല എന്നാണ് ഓർമ്മപ്പെടുത്തൽ. ഇന്നത്തെ സുവിശേഷ ഭാഗമാണ്. കർത്താവ് ശവകല്ലറയിൽ നിന്നും ഇറങ്ങി വന്ന 2 പിശാചുബാധിതരെ പുറത്താക്കുകയാണ്. പുറത്താക്കുന്നത് പന്നിക്കൂട്ടത്തിലേക്കാണ്. ആ പന്നിക്കൂട്ടം മുഴുവനും കിഴക്കാൻ തൂക്കായ നിരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തുവെന്ന് പറഞ്ഞു വെക്കുമ്പോൾ ജനക്കൂട്ടം അവിടെ കർത്താവിനെ കാണാൻ വരുന്നു. 1, കർത്താവ് നടത്തിയ പ്രവർത്തനത്തെ കാണുവാൻ, 2, അവർക്കുണ്ടായ നഷ്ടത്തെ കണക്കെടുക്കുവാൻ. അവർ കണക്കാക്കുന്നത് ഒരു ഭീമമായ നഷ്ടമാണ്. ക്രിസ്തു ഇങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള മാറ്റത്തെ ഓർത്തവർ ഭയപ്പെടുന്നു. കർത്താവ് കാരണം ഉണ്ടായിട്ടുള്ളത് വലിയ സാമ്പത്തിക നഷ്ടം. പന്നി വളർത്തുന്നവർ അവരുടെ ഉപജീവനമാർഗം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് കരുതി ക്രിസ്തുവിനോട് പറയുന്നുണ്ട്, നീ ഇവിടെ നിന്നും പോവുക. സാമ്പത്തിക നഷ്ടം വരുമ്പോൾ അവർക്ക് സമൂഹത്തിലുള്ള നിലയും വിലയും നഷ്ടപ്പെട്ടു പോകും. ഭൂമിയിലെ സമ്പാദ്യമാണ് അവർ സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹത്തെക്കാളും വിലയായി കണ്ടത്. അവൻ സമൂഹത്തിൽ വരുത്തിയ മാറ്റം, ദുഷ്ടശക്തികളെ മാറ്റുമ്പോൾ അതല്ല നമുക്ക് വേണ്ടത്. ദുഷ്ടശക്തികൾ ഇരുന്നാലും ഞങ്ങൾക്കുണ്ടാകുന്ന ജീവിത നേട്ടം, സാമ്പത്തിക ഭദ്രത, അത് മതി. ക്രിസ്തു വേണ്ട, സമ്പാദ്യം മതി. ഇതാണ് മനോഭാവവും ചിന്തയും. ലേവ്യരുടെ പുസ്തകം 11-ാം അധ്യായം 7-ാം വാക്യം, മോശ കൊടുത്ത കൽപ്പന ഇങ്ങനെയാണ്: പന്നി 2 കൊമ്പുള്ളതെങ്കിലും അവ അയവിറക്കാത്തത് കൊണ്ട് അശുദ്ധമാണ്. മോശയുടെ നിയമം പാലിക്കാത്ത ഒരു ജനതയെ ക്രിസ്തുനാഥൻ വ്യക്തമായി പറഞ്ഞു വെക്കുന്നു, ഇത് ദൈവത്തിന് നിഷേധമാണെന്ന്. അന്നത്തെ സാഹചര്യമനുസരിച്ച് അവരെ ഓർമ്മപ്പെടുത്തുവാൻ തന്നെയാണ് ആ പിശാചുകളെ പന്നിക്കൂട്ടത്തിലേക്ക് ഇറക്കി വിടുന്നതും. പക്ഷേ അവർ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൂടാതെ നിയമം തെറ്റിച്ചുകൊണ്ട് അവരുടെ ജീവിതം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. ദൈവത്തിൻ്റെ രക്ഷയിലേക്ക് നമ്മളെ തന്നെ നമുക്ക് നടത്താം. ഒരു വർഷത്തിൻ്റെ പകുതി നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മറുപകുതിയിലെങ്കിലും മുഴുവൻ അനുഗ്രഹങ്ങളും നേട്ടങ്ങളും സ്വീകരിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ നന്മയും കരുണയും സത്യവും ദൈവത്തിൻ്റെ അനുഗ്രഹവും സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം.
നീതി ജലം പോലെ ഒഴുകട്ടെ. സത്യം ഒരിക്കലും വറ്റാത്ത നീർച്ചോല പോലെയും. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നേരുന്നു. ആമീൻ.